Hello friends, welcome to 𝙑𝙤𝙀𝙗 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖാശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ചൈനീസ് സ്മാർട്ട് ഫോണുകളെ ബാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇഷ്ടംപോലെ ന്യൂസ് കേട്ടിട്ടുണ്ടായിരിക്കും. 2 ദിവസം മുമ്പ് തന്നെ നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബിലാണ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാണുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു ന്യൂസാണ് നമ്മൾ ഇൻഫർമേഷനാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ ചൈനീസ് സ്മാർട്ട് ഫോണുകൾ ബാനായി കഴിഞ്ഞാൽ ശരിക്കും സത്യം പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. ആപ്പിളും സാംസങ്ങും മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒപ്പോ, റിയൽമി, ഷയോമി, അതുപോലെ തന്നെ വിവോ, OnePlus ഇതൊക്കെ ചൈനീസ് ബ്രാൻഡുകളാണ്. ഇപ്പോൾ ഹോണർ അപ്പോൾ അധികം ഇല്ലയെന്ന് വിചാരിക്കാം. മോട്ടറോള ഇപ്പോൾ ചൈനീസാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ബ്രാൻഡുകളൊന്നും ഇല്ല. അപ്പോൾ ശരിക്കും ഇപ്പോൾ സാംസങ്ങും ആപ്പിളും മാത്രമായി എന്നുള്ളൊരു ലോകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ ആപ്പിളാണെങ്കിൽ നോക്കും വേണ്ട, അതിന് കത്തി റേറ്റുമാണ്. അപ്പോൾ സാംസങ്ങും അത്യാവശ്യം നല്ല കത്തി റേറ്റാണ്. വാല്യൂ ഫോർ മണി പ്രോഡക്ട്സ് അല്ല അവരുടെ മെജോറിറ്റി. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി തകരാനുള്ള ഒരു മെയിൻ പോയിൻ്റായിട്ട് ഇത് വരാം അല്ലേ. ഇപ്പോൾ ഇൻഡസ്ട്രി മാത്രമല്ല, കസ്റ്റമേഴ്സിനും ഒരു ഭയങ്കര നെഗറ്റീവാണ്. എന്ന് വെച്ചാൽ സാംസങ് മാത്രമായിട്ട് ഒരു ബിസിനസ് സ്ട്രാറ്റജി ആവുക. എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര വേറെ കോമ്പറ്റീഷനൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പ്രൈസ് കൂട്ടും. അപ്പോൾ ഓൾറെഡി അവരുടെ പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഇതും കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ 20,000 കിട്ടുന്ന ഫോൺ ചിലപ്പോൾ 40,000 കൊടുത്താൽ കിട്ടണം, അങ്ങനത്തെ സ്ഥിതി വരും. അപ്പോൾ ശരിക്കും ആക്ച്വലി ഇതിൻ്റെ ന്യൂസ് എന്താ വെച്ചാൽ നമ്മൾ അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിംഗ് എളുപ്പമാക്കാനുള്ള ഒരു വെബ്സൈറ്റ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് കൂടെ URL വേണമെന്നുണ്ടെങ്കിൽ നോക്കാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണം. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കേണ്ട. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ന്യൂസിലേക്ക് പോകാം. ഇത് ആക്ച്വലി ന്യൂസ് വന്നേക്കുന്നത് ശരിക്കും ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇതിൻ്റെ ആക്ച്വലി ഒരു ബാൻ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം വന്നിട്ടുണ്ട്. അത് ശരിക്കും ആക്ച്വലി ഒരു റിയൽ ന്യൂസ് തന്നെയാണ്. പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. 12,000 താഴെ വരുന്ന സ്മാർട്ട് ഫോണുകളാണ് ഇത് ആക്ച്വലി ബാൻ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം വന്നേക്കുന്നത്. അതായത് ഒരു ഇന്ത്യൻ ബ്രാൻഡ്സുകളെ പ്രൊമോട്ട് ചെയ്യുക. അതായത് ഈ റേഞ്ചിൽ വരുന്ന ഒരു 10,000 താഴെ വരുന്ന ബ്രാൻഡുകളിലെ എന്ന് വെച്ചാൽ മോഡലുകൾക്ക് സെയിൽസ് കൂട്ടാൻ. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഷയോമി ആയാലും റിയൽമി ആയാലും ഒക്കെ നമ്മുടെ ബഡ്ജറ്റ് റേഞ്ചിൽ ഭയങ്കര സെയിൽസ് വരുന്ന ഒരു മോഡൽസാണ്. അപ്പം മിക്ക ആൾക്കാർ അത് തന്നെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായ ലാവ, മൈക്രോമാക്സ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ അവർ ഇടിഞ്ഞു പോകാനുള്ള കാരണം അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ലോ ബഡ്ജറ്റിൽ നല്ല സാധനം കിട്ടുമ്പോൾ ആൾക്കാർ അതെല്ലാം വാങ്ങിക്കുള്ളൂ. ശരിക്കും അത് തന്നെയാണ് നല്ലത്. എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് ഇത് നോക്കിക്കഴിഞ്ഞാൽ, കൺസ്യൂമേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ബെസ്റ്റ്. നമുക്കിപ്പോൾ നമ്മൾ വെറുതെ കാശ് കൊടുത്തിട്ട് നമുക്ക് ഇന്ത്യൻ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്ന് പറയണത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു പ്രാക്ടിക്കൽ അല്ലാത്തൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ പൊട്ട സാധനം ആരെങ്കിലും കാശ് കൊടുത്ത് വാങ്ങിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന കാശിന് ഒരു വാല്യൂ കിട്ടുന്ന സാധനം അതുപോലെ തന്നെ നല്ല സാധനം കിട്ടുമ്പോഴാണ് കസ്റ്റമേഴ്സിനും നല്ലതാവണം, കമ്പനിക്കും നല്ലതാവണത്. അപ്പം പിന്നെ അത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ ഈ ബാൻ വന്നേക്കുന്നത് ആക്ച്വലി നമ്മുടെ ഒരു ഇന്ത്യൻ പ്രൊമോട്ടേഴ്സിനെ, അതായത് ഇന്ത്യൻ മാനുഫാക്ചറിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ആക്ച്വലി ഇത് വന്നേക്കുന്നത്. പോരാതെ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ഷയോമി ഇപ്പോൾ കുറേ ടാക്സ് തട്ടിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ വിവോ അവർക്ക് അത്രയധികം കാശ് വരുന്നുണ്ട്. പോരാ തന്നെ ചൈനീസിനോട് ഉള്ളൊരു നെഗറ്റീവ് ടച്ചും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് വരുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അവരാണ് ഫുൾ ലീഡ് ചെയ്യുന്നത്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനനുസരിച്ച് ശരിക്കും ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റുകളും ഒരു ബൂം ചെയ്യാനുള്ള അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള ആക്ച്വലി വരണം. അല്ലെങ്കിൽ അത് ശരിക്കും കസ്റ്റമേഴ്സിനും കൺസ്യൂമേഴ്സിനും ബോറാണ്. എന്ന് വെച്ചാൽ 10,000-12,000 താഴെ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതൊരു വലിയ മാർക്കറ്റാണ് ഇന്ത്യയിൽ. അപ്പോൾ അത് ഇവരെ മാറ്റി നിർത്തുമ്പോൾ ഇതും കൂടി നോക്കിയിട്ട് വേണം ആക്ച്വലി ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെക്ടർക്ക് നല്ലൊരു ഫോൺ കിട്ടാണ്ടാവും. എന്ന് വെച്ചാൽ ആ ഒരു റേഞ്ചിൽ വരുന്ന ആൾക്കാർക്ക് നല്ലൊരു ഫോൺ കിട്ടാണ്ടാവും. അതൊരു മെയിൻ ഇഷ്യൂ ആണ്. പക്ഷേ ഇതും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു തീരുമാനം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഫുള്ളി ബാൻഡ് അല്ല. എന്ന് വെച്ചാൽ ഒരു ലിമിറ്റേഷൻസ് വരുന്നൊരു ബാനാണ്. ഒരു ലിമിറ്റേഷൻസ് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇക്കോണമിക്കായാലും തന്നെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരു ഓവറോൾ കൺട്രി വൈസ് നോക്കി കഴിഞ്ഞാലും ഇതൊരു നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയാണ് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു സെക്ടറിനെ പൊന്തിച്ച് വരാനുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ശരിക്കും ആക്ച്വലി ഇങ്ങനെ ഒരു ന്യൂസിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വെച്ചാൽ നോർമലി നമ്മുടെ എല്ലാം ഹെഡിങ്ങും വന്നേക്കുന്നത് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ബാൻ ആവുന്നു എന്നൊക്കെയാണ്. നമ്മൾ തമ്മിൽ തന്നെ ഓർത്തിരുന്ന കാര്യം ബാൻ ആവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മെജോറിറ്റി എല്ലാവരും ഈ ഒപ്പോ, ഷയോമി, OnePlus ഒക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്നും ഞെട്ടും.
അപ്പോൾ സംഭവം ഇതാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.